നമുക്കിന്നൊരു അടിപൊളി ചട്നി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിതിനായിട്ടൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഇഞ്ചി ചെറുതായി മുറിച്ചതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഒരു 3 ചെറിയ പീസ് കുടംപുളി, ഒരു 4 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ അരച്ചെടുത്ത മിക്സിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഒന്ന് ചേർത്ത് ഒന്നുകൂടി ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ ഓയിലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കായം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കിടിലൻ ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ദോശയ്ക്കൊക്കെ അപ്പം ഇതൊന്ന് ഇനി ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.